ജബ്ബാർക്കയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. നമസ്കാരം. ഈ ഒരുപാട് പ്രണയമൊക്കെ തന്ന ആളാണല്ലോ, നല്ലൊരു കാമുകനാണോ? തീർച്ചയായിട്ടും. ഞാൻ വിവാഹം കഴിച്ചത് പ്രണയിച്ചിട്ടാണ്. ഈ കുടജാദ്രിയിലേക്ക് വരുമ്പോഴാണെങ്കിലേ ഇപ്പോഴും ആളുകൾ കേട്ടോണ്ടിരിക്കുന്ന മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് ഈ കുടജാദ്രിയിൽ. ഇത്ര ബ്യൂട്ടിഫുൾ ആയ വിഷ്വലിന്റെ ഐഡിയ അതെങ്ങനെയായിരുന്നു? ഒന്ന് ഫോറസ്റ്റിനോടുള്ള എൻ്റെ പ്രണയം, ഞാൻ യാത്ര ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം പാട്ട് തന്നെ നമ്മളെ അതിനകത്തേക്ക് അടുപ്പിക്കണം. അത് കഴിഞ്ഞല്ലേ എല്ലാം വരുന്നത്. പാട്ട് മൻസൂർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പുതിയ കക്ഷിയാണ്. നമുക്കൊരു ഒരു മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ പാട്ട് എഴുതാൻ കഴിവുള്ള ആളെന്ന് കാഴ്ചയിൽ തോന്നാത്തൊരു മനുഷ്യൻ, എന്നെ ഞെട്ടിച്ച് കളഞ്ഞ മനുഷ്യൻ. കുടജാദ്രിക്ക് സെക്കൻഡ് പാട്ട് പ്ലാൻ ചെയ്തു. അത് സുരേഷ് ഗോപി അഭിനയിക്കാന്ന് പറഞ്ഞു. ഏത് കുടജാദ്രിയിലോ? അത് കുടജാദ്രി കണ്ടിട്ട് ഏതൊരു ലൊക്കേഷൻ വെച്ചായിരുന്നു. കണ്ടപ്പോൾ ഞാൻ എന്തോ കാര്യത്തിന് പോയത്. സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ 2 ദിവസം തരാം, നമുക്കൊരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ. ഞാൻ അതിന് ഒരു പുള്ളിയെ വെച്ച് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിസൈൻ ചെയ്തത്. ഞാനൊരു മോഡലിനെ സെലക്ട് ചെയ്യാനായിട്ട് എത്ര ദിവസങ്ങളെടുക്കും. ഈ ലീഡ് മോഡൽ ദീപയിലൊക്കെ വരുന്ന മോഡലിനൊക്കെ എവിടെയും കണ്ടു കാണില്ല. അവരുടെ നിന്നൊക്കെ പൊക്കി എടുത്തിട്ട് തന്നെ ഞാൻ എയർ ഹോസ്റ്റസിനോടൊക്കെ പിടിച്ചിട്ട് പോയി സംസാരിച്ചാണ് ആ ഭീമാകൾ എന്ന് പറഞ്ഞ കുട്ടിയോട്. വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഞാൻ പ്രണയത്തില്ല. ആക്ച്വലി ഞാൻ ഈ മോഡൽ ആ എൻ്റെ ലീഡ് ക്യാരക്ടറായിട്ട് ഞാൻ പ്രണയത്തില്ല. അവളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാം. ഈ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് അൺനോൺ എന്ന് പറഞ്ഞ പോലെ ആ ലേബിൽ ഇരിക്കാൻ. അല്ല, അത് സിനിമയുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ സിനിമയാണ് എല്ലാവരും ഓർക്കും, സിനിമയിൽ അഭിനയിച്ചവരെ ഓർക്കും, ഡയറക്ടർ നമ്മൾ ഓർക്കത്തില്ലല്ലോ. ഈ ചെറുപ്പത്തിൽ ഇത്ര ക്രിയേറ്റീവ് ആയിരുന്നോ? ഞാൻ എനിക്ക് വഴിതെറ്റാതെ വന്ന ആളാണ്. എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഐ വോണ്ട് ടു ബി ലൈക്ക് ദിസ്. ഞാൻ അതിൽ തന്നെ അത് ഞാൻ 100% വിശ്വസിക്കുന്നതാണ്. നമ്മളെ ലാലേട്ടനെ വെച്ചിട്ട് പ്രകാശ് ചെയ്ത ഒരു ഗോൾഡിന്റെ ആഡ്. അപ്പോൾ അത് ഇപ്പോൾ ആളുകൾ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ആഭരണങ്ങൾ ക്രേസ് ആണ്, അവർക്കും ആഭരണങ്ങൾ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാണ്. 1994 ഞാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പറയുന്ന കോൺസെപ്റ്റ് അന്നേ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്ന ഒരു സുഖം. 2, അതങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അന്നേ ഒരു ക്ലയന്റ് അപ്രൂവ് ചെയ്തല്ലോ. ഞാൻ ഈ കോൺസെപ്റ്റ് പറയുമ്പോൾ ആരെങ്കിലും അപ്രൂവ്, അന്നും ആരും അത് കൺവെൻഷനലായിട്ട് തിങ്ക് പോലും ആരും നമുക്ക് വേണ്ട പെണ്ണ് മതി എന്ന് പറഞ്ഞ് വർക്കൗട്ട് ആവുമെന്ന് പേടിക്കും. ആ ക്ലയന്റിനോട് എനിക്ക് ഇപ്പോഴും റെസ്പെക്ട് ഉണ്ട്. അതിന് വേണ്ടി എനിക്ക് അങ്ങനെ അത് അന്ന് ചെയ്യാൻ പറ്റി.